ارحم لنا يا سيدي ارحم لنا بلغ سلامي روضة بلغ سلامي روضة فيها النبي المحترم الله 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 يا سيدي ارحم لنا يا سيدي ارحم لنا واعلموا خير الأمم ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ആദരണീയരായ അൻവരി ഉസ്താദ് അവർകളെ, അതുപോലെയുള്ള മറ്റു പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദീർഘമായ ഒരു സംസാരം ഉദ്ദേശിക്കുന്നില്ല. വളരെ ഹ്രസ്വമായ നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കും. മർമ്മമായ വിഷയം പറയുവാനും അത് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ചിട്ടയോടുകൂടി അനുവർത്തിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബദരീങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന മജ്ലിസ് നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഗമം, അത് ഇവിടെ നടന്നു കഴിഞ്ഞു, നാളുകളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു നിത്യമായ സംഭവമാക്കി നിലനിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആവലാദികളും പരാതികളും പ്രശ്നങ്ങളും ആകുലതകളും വ്യാകുലതകളും ഇറക്കി വെച്ച് സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ മനം നിറയെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇതര നാടുകളിൽ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നടത്തപ്പെടുന്ന ഈ സംഭവത്തിന്റെ, ഈ പരിപാടിയുടെ മഹത്വം അത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സത്യം. ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ ബദരീങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണ്. അല്ല, നാം ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടം വെക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ നാം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവായി, മലക്കുകളുടെ ബദരീങ്ങളുടെ നേതാവായി ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള ബദർ എന്ന് പറയപ്പെടുന്ന, ബദരീങ്ങൾ എന്ന് പറയപ്പെടുന്ന ആ മഹാരഥന്മാരെ നാം സ്നേഹിക്കുന്നത് യഥാർത്ഥത്തിൽ അവരോട് ഉള്ള സ്നേഹം മാത്രമല്ല. ബദരീങ്ങളെ സ്നേഹിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയമാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ടമാകട്ടെ, അനുരാഗമാകട്ടെ, അത് എന്നെ പടച്ച, എന്റെ കണ്ണിന്റെ നിർമ്മാണം നടത്തിയ, എന്റെ എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും നിർമ്മിച്ച് ഇല്ലായ്മയിൽ നിന്ന് സംവിധാനിക്കുന്ന അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അതേ സ്രഷ്ടാവിനോടുള്ള പ്രണയമാണ്. അതേ റബ്ബിനോടുള്ള അടുപ്പമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ലാതെ ആരോട് സ്നേഹമുണ്ടായാലും അത് ലിജഹ്ലിഹി വലികുസൂരിഹി, അത് നമ്മളുടെ അറിവില്ലായ്മയുടെ ആഴമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഐനു മഹബ്ബത്തില്ല, അത് അള്ളാഹുവിനോടുള്ള, ലോക സ്രഷ്ടാവിനോടുള്ള ഇഷ്ടമാണ്. സംശയമുണ്ടോ അതിന് ആർക്കെങ്കിലും? ഇല്ല, അതിനാർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഇഹ്യാ ഉലൂമിദ്ദീനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം മാത്രമല്ല, മറ്റ് അവിടെ നിന്ന്
ഇൽമു നുകർന്നിട്ടുള്ള സ്വഹാബത്തിനോടുള്ള പ്രണയം മാത്രമല്ല, അവരെ പിന്തുടർന്നിട്ടുള്ള മഹാരഥന്മാരായ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ മാത്രമല്ല, ലോകത്തിന്റെ അവസാനം സംഭവിക്കാനിരിക്കുന്ന ദിനത്തിന്റെ അവസാന ദിനത്തിൽ ജനിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടോ, ആ മനുഷ്യനെ വരെ നാം ഉള്ളുകൊണ്ട് അടുപ്പം വെക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വെക്കുന്നുണ്ടെങ്കിൽ, പ്രണയം വെക്കുന്നുണ്ടെങ്കിൽ, അത് ഐനു മഹബ്ബത്തില്ല, അത് അള്ളാഹുവിനോടുള്ള, സ്രഷ്ടാവിനോടുള്ള, ഖാലിഖായ റബ്ബിനോടുള്ള ഇഷ്ടമാണ്. അത് നാം തിരിച്ചറിയണം. അല്ലെങ്കിൽ അങ്ങനെ ആക്കണം. നാം ഇവിടെ മഹാരഥന്മാരായ, ലോകം കണ്ടവരിൽ വെച്ച് ഏറ്റവും വലിയ മഹാത്മാക്കളായ, ഉത്തമരായ, ഉദാത്തരായ ബദരീങ്ങൾ എന്ന് പറയുന്ന ആ മഹാന്മാർ, അവരെക്കാൾ വലിയൊരു മഹാൻ ഇനി വരാൻ, അവരെക്കാൾ വലിയൊരു മഹത്വം ഉള്ള ഒരു സൃഷ്ടി അള്ളാഹു പടച്ചിട്ടില്ല. ഏറ്റവും മനുഷ്യരിൽ ആദരവുള്ളവരാണ് അമ്പിയാക്കന്മാർ. ഈ അമ്പിയാക്കന്മാരുടെ നുബുവത്ത്, റിസാലത്ത് എന്ന പദവി അത് മനുഷ്യന് ആർജിച്ചെടുക്കാൻ കഴിയുന്നതല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുക്കെ അതിൽ മനുഷ്യരുണ്ട്, അതിൽ ഷജറുണ്ട്, അതിൽ ഹജറുണ്ട്, അതിൽ വൃക്ഷങ്ങളുണ്ട്. ലോകത്തെന്തെല്ലാം അള്ള പടച്ചിട്ടുണ്ടോ അതെല്ലാം ഉണ്ട്. അതിനെല്ലാത്തിനും റഹ്മത്തായി, അത് അവർക്കെല്ലാവർക്കും കൃപയായി, കരുണയായി, ആർദ്രതയായി പടക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി, ആ നിബിതങ്ങളെ കുറിച്ച് അള്ള പറഞ്ഞത് ലോകത്തിന് റഹ്മത്താണ്, അഥവാ നുബുവത്ത് റഹ്മത്താണ്, അഥവാ റിസാലത്ത് റഹ്മത്താണ്. ആ നുബുവത്ത് ഏറ്റെടുത്തിട്ടുള്ള, റിസാലത്ത് ഏറ്റെടുത്തിട്ടുള്ള ഏതെല്ലാം മഹാരഥന്മാരായ അമ്പിയാക്കന്മാരുണ്ടോ, ഏതെല്ലാം മുർസലുകളുണ്ടോ, വഹി ഏറ്റെടുത്തിട്ടുള്ള, അള്ളാഹുവിന്റെ കലാം ഏറ്റെടുത്തിട്ടുള്ള മഹാരഥന്മാരായ അമ്പിയാക്കളുണ്ടോ, ആ അമ്പിയാക്കൾ എല്ലാവരും അതേ അവരെ ഫോളോ ചെയ്ത, അവരെ അനുധാവനം ചെയ്ത മഹാരഥന്മാരായ അസുഹാബുകളും, ആ അസുഹാബിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ടോപ്പായ നിലയിൽ വിരാജിക്കുന്നവരാണ്. അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹം കൊടുക്കേണ്ടവരാണ് അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരിൽ നേതാവാണ് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലെ തന്നെ അതിനുശേഷം മറ്റ് അമ്പിയാക്കന്മാർ. ഇങ്ങനെ 1,24,000 പ്രവാചകന്മാർ ഈ ലോകത്ത് ആഗതരായിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകന്മാരിൽ വെച്ച് 313 മുർസലുകളുണ്ട്. ആ 313 മുർസലുകളിൽ വെച്ച് 25 പേര് ഖുർആൻ പരാമർശിച്ച മഹാന്മാരുണ്ട്. ആ ഖുർആൻ പരാമർശിച്ചവരിൽ തന്നെ 5 പേര് ഉലുൽ അസ്മ്, ദൃഢമാനസർ എന്നറിയപ്പെടുന്നവരുണ്ട്. ആ 5 പേരിൽ വെച്ച് ഏറ്റവും അതിശ്രേഷ്ഠരായിട്ടുള്ളത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ വഹബീബുനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ്. അതാണ് അമ്പിയാക്കന്മാരുടെ ശൃംഖല. അവരാണ് ഏറ്റവും അള്ളാഹു ആദരിച്ച്, അള്ളാഹു ബഹുമാനിച്ച്, തഅലീമ് കൊടുത്ത് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച, സൃഷ്ടികളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച പ്രത്യേകക്കാരായ മഹാന്മാരായ നബിമാർ. ആ നബിമാർ ഒരു വേള അവര് മലായിക്കത്തുകളെക്കാൾ ശ്രേഷ്ഠരാണ്. അള്ളാഹു പടച്ച മലക്കുകളെക്കാൾ അത് ശ്രേഷ്ഠരാണ്. എന്നാൽ അതിനുശേഷമുള്ള ഫളായിലുകളുടെ കൂട്ടത്തിൽ പറയാനുള്ളത് ഓരോ നബിമാരുടെയും അനുചരന്മാരാണ്. അസ്ഹാബുൻ നബി, അത് ഏത് നബിയുടെയും അസ്ഹാബിന്, ആ നബിയുമായി നേരിട്ട് സംവദിച്ച, നേരിട്ട് കണ്ട, നേരിട്ട് നുബുവത്ത് ആർജിച്ച, നേരിട്ട് അവരിൽ നിന്ന് ഇൽമു നുകർന്ന ഏത് നബിയുടെയും അസ്ഹാബ് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകളാണ്. എന്നാൽ ഈ അസ്ഹാബുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അത് അസ്ഹാബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ശ്രേഷ്ഠരായ സഹാബത്താണ്. ആ സഹാബത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അത് അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ.
അത് മുഹാജിരികളും അൻസാരികളുമായിട്ടുള്ള സഹാബത്താണ്. ആ സഹാബിമാരിൽ വെച്ച് പിന്നെ ശ്രേഷ്ഠത പറയുന്നത് ആർക്കാണ്? അത് അസ്ഹാബുൽ ബദർ, ബദരീങ്ങളാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീന് ഏറ്റെടുത്തുള്ള അമ്പിയാക്കന്മാരും അവരെ പിന്തുടർന്നിട്ടുള്ള മഹാരഥന്മാരായ അസ്ഹാബുകളും ആ സുഹാബിനെ പിന്തുടർന്നിട്ടുള്ള താബിഈങ്ങളും അവരെ പിന്തുടർന്ന തബൂ താബിഈങ്ങളും അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം ഇവിടെ അവരെ ഇഹ്സാനോടുകൂടി പിന്തുടർന്നതായി വരുന്നുണ്ടോ അവരെല്ലാവരോടുള്ള പ്രണയം, അവരോടെല്ലാവരോടുള്ള ഇഷ്ടം, അവരോടെല്ലാവരോടുമുള്ള അടുപ്പം, അത് ഐനു മഹബ്ബത്തില്ല, അത് അല്ലാഹുവോടുള്ള പ്രണയം തന്നെയാണ് എന്നാണ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ പറയുന്നത്, പഠിപ്പിക്കുന്നത്. സഹോദരന്മാർ, അപ്പോ നാം ഇവിടെ വന്ന് ബദരീങ്ങളെ കുറിച്ച് കേട്ടു. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അവർക്ക് വേണ്ടി തർബിയത്ത് ചെയ്തു, അവരെ നാം മനസ്സിൽ ഏറ്റെടുത്തു, അവരെ ഹൃദയത്തിലേക്ക് നാം ആവാഹിച്ചെടുത്തു. അങ്ങനെ ആത്മീയമായ അനുഭൂതി നമുക്ക് ലഭ്യമായി. ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, വേണ്ട ആഖിറത്തിലെ ഫലം കിട്ടിയില്ലെങ്കിൽ പോലും ഇത് കേവലം ഒരു അനുസ്വാദനമാണെന്ന നിലക്കെങ്കിലും പരിഗണിച്ചാലും ഇത് വളരെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കേവലം ഇത് ആസ്വാദനത്തിനുള്ളതാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, അതുകൂടി നമുക്ക് വിലയ്ക്കെടുക്കാം. ഇന്ന് നമുക്കറിയാം, കളിയുടെ ആരവത്തിന് വേണ്ടി ലോകം മുഴുക്കെ ഫുട്ബോളിന്റെ പിന്നാലെ പോയി രസിച്ചമർത്തുകൊണ്ടിരിക്കുമ്പോൾ, എത്രയോ പൈസ, എത്രയോ നാണയങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കുമ്പോൾ, അതൊരു രസത്തിന് വേണ്ടിയാണ്, അതൊരു ലജ്ജത്തിന് വേണ്ടിയാണ്, അതൊരു സൗഖ്യത്തിന് വേണ്ടിയാണ്, ഒരല്പ ആശ്വാസത്തിന് വേണ്ടിയാണ് എങ്കിൽ ഇത് കേവലം ആ കോണിൽ ചിന്തിച്ചാലും ഇതൊരു വലിയ പ്രവർത്തനം, വലിയൊരു അമലാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ എന്റെ മുഅ്മിനീങ്ങളായ ബദരീങ്ങളെ സ്നേഹിക്കുന്ന, നിബിതങ്ങളെ സ്നേഹിക്കുന്ന, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു നിയ്യത്ത് വെക്കണമായിരുന്നു, ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണമായിരുന്നു. എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ആ ലക്ഷ്യവും ആ നിയ്യത്തും ആ മഖ്സൂദും ആ മത്ലൂബും ഏതാണ്? അത് അള്ളാഹുവിനോടുള്ള സാമീപ്യമാകണം, അള്ളാഹുവിനോടുള്ള പിരിശമാകണം, അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ ഈമാനാകണം, അവനോടുള്ള തഖ്വയുടെ മനസ്സാകണം. അതല്ല എങ്കിൽ കേവലം ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ വരുന്നവർ ചിലപ്പോൾ രോഗം മാറാൻ വേണ്ടി വന്നവരുണ്ടാകും. ഇവിടെ വന്നവരിൽ പലരും പല ബുദ്ധിമുട്ടുകളും പരിഹരിക്കണമെന്ന് ചിന്തിച്ചു വന്നവരുണ്ടാകും. കാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചവരുണ്ടാകും. എന്റെ ആരോഗ്യവും എന്റെ ശേഷിയും എന്റെ ക്ഷേമശിയും നിലനിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചവരുണ്ടാകും. ഒരുപക്ഷെ ഭർത്താവ് നന്നാകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാരുണ്ടാകും. അതുപോലെ മക്കൾ വഴികേടിലാകിപ്പോയുമോ എന്ന് പേടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വാരക്കണമെന്ന ചിന്തയിൽ വന്നവരുണ്ടാകും. യുവാക്കളായ മക്കൾ വഴിതെറ്റുമോ എന്ന് പേടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഈ മജ്‌ലിസിലൊന്ന് പങ്കെടുക്കാമെന്ന് ചിന്തിച്ചവരുണ്ടാകും. നമ്മുടെ സാമ്പത്തികമായ ഒരു ഭദ്രതയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ചവരുണ്ടാകും. എന്നാൽ ആ നിയ്യത്തെല്ലാം മോശമാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ആ നിയ്യത്തൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, ചിലപ്പോ വേണ്ടിവരും. പക്ഷെ അതൊക്കെ രണ്ടാം സ്ഥാനമാണ്, അതൊക്കെ രണ്ടാം സ്ഥാനമാണ്. നമുക്ക് പലപ്പോഴും ചിന്തയുണ്ടാകുന്നത് എനിക്ക് അന്നന്നത്തെ വകുപ്പ് കാണണമല്ലോ, അതിനുവേണ്ടിയായിരിക്കും പലപ്പോഴും നമ്മൾ ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിച്ച് അവിടെ വരുമ്പോ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ചിന്തിക്കൽ അതായിരിക്കും, അല്ലേ? അന്നന്നത്തെ കാര്യം നടന്നു പോകണം, കച്ചവടം നടക്കണം, അതുപോലെ തന്നെ സാമ്പത്തികമായ ഭദ്രത, അങ്ങനെ പലതും ചിന്തിക്കാറുണ്ട്. മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ്. വലൈസ റിസ്ഖുക യുൻഗിസുഹു തഅന്നി വലൈസ യസീദു ഫിർരിസ്ഖിൽ ഇനാഉ അർദുല്ലാഹി വാസിയത്തുൻ വലാകിൻ ഇദാ നസലൽ ഖളാഉ ളാഖൽ ഫളാഉ വമൻ നസലത് ബിസാതിഹിൽ മനായ വലാ അർദുൻ തഖീഹി വലാ സമാഉ.
നീ എത്ര കഠിനാധ്വാനം ചെയ്താലും, നീ എത്ര കണ്ട് അധ്വാനിച്ചാലും, ജഹ്ദെടുത്താലും നിനക്ക് ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. നീ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിലും വലൈസ യുൻകിസുഹു തഅന്നി വലൈസ യസീദു ഫിർരിസ്ഖിൽ അനാഉ. നീ ഒന്നും തന്നെ അധ്വാനിച്ചില്ലെങ്കിലും നിനക്ക് ലഭിക്കാനുള്ളത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഒരു തത്വമാണത്. നമ്മൾ എങ്ങനെയൊക്കെ മടി പിടിച്ചിരുന്നാലും നമുക്ക് വരാളൊന്നും ഇങ്ങോട്ട് വരും, അല്ലേ? അല്ലേ മുജീബ? ഓരോരുത്തരും രക്ഷപ്പെടാൻ വേണ്ടി, എന്തെങ്കിലും ഒരു വഴി കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് എത്തും, വരും, രക്ഷപ്പെടും. അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ലെങ്കിലോ കിട്ടുമില്ല. നമ്മൾ നിസ്കാരത്തിന് ശേഷം കാര്യമായിട്ടൊരു ദ്വാരക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദ്വാരാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലേ? നബികളുടെ ആദിക്കും എല്ലാത്തിലുണ്ട്. ശാഫിയിലുണ്ട്, ഹനഫിയിലുണ്ട്, ഹംബലിയിലുണ്ട്, മാലിക്, എല്ലാത്തിലുണ്ട്. അപ്പോ ആ ദുആന്റെ അർത്ഥം എന്താണ്? എന്റെ വായന എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. പടച്ചവനെ, നീ തന്നത് തരുന്നത് തടയുന്നവനില്ല. ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ, നൽകുന്നവനില്ല. ലിമാ മനഅത, തടഞ്ഞത് തരുന്നവനില്ല, തരുന്നത് തടയുന്നവനുമില്ല. ആർക്കും അവന്റെ സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാനുമാവില്ല എന്നാണ് അതിന്റെ പൊരുൾ. പ്രിയമുള്ളവരെ, ആലോചിക്കണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബ് ബദറിനെ സ്മരിക്കാൻ വേണ്ടി, അവരെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ എത്തിയ നമ്മൾക്ക് നമ്മുടെ ആകുലതകളൊക്കെ ഇവിടെ വെക്കുന്നതോടൊപ്പം, സാമ്പത്തികമായ സമൃദ്ധി ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നതോടൊപ്പം, സമ്പൽ സമൃദ്ധി നമുക്ക് ആവശ്യമാണെന്ന് ചിന്തിക്കുന്നതോടൊപ്പം, അതുപോലെ മക്കളെ നന്നാക്കണമെന്ന് ചിന്തിക്കുന്നതോടൊപ്പം, നമ്മുടെ കുടുംബാന്തരീക്ഷം നല്ലതാകണമെന്നും, കുടുംബത്തിന്റെ ഉള്ളിൽ ഐക്യമുണ്ടാകണം, അനൈക്യമുണ്ടാവരുത്, ഛിദ്രത ഉണ്ടാവരുത്, ഭ്രംശമുണ്ടാകരുത്, സംഘട്ടനങ്ങൾ ഉണ്ടാകരുത്, സംഘർഷഭരിതമായ അന്തരീക്ഷമാകരുത് വീട് എന്ന് എല്ലാം നമുക്കിതിന്റെ പിന്നിൽ വെക്കാം. പക്ഷേ നമ്മുടെ ഏറ്റവും ആത്യന്തികമായ മർമ്മമായ ചിന്ത അതല്ല. പിന്നെയോ അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹിനോടുള്ള സ്നേഹമാണ്. അള്ളാഹിനോട് അങ്ങോട്ടുള്ള സ്നേഹം നിമിത്തം അള്ളാഹു നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു നിലയിലേക്ക് നാം എത്താം. അള്ളാഹ് സ്നേഹിച്ചേമോ ഹിയദീനെന്നോവർ അറ്റമില്ലാത്തോളം മേൽമ ഉടയോവർ ബിൽ ഖുത്ബി റബ്ബാനി വൽ ഗൗതി സമദാനി നജീനാ മിൻ കുല്ലി യാ അല്ലാഹ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട സാത്വികനാണ്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ പ്രമുഖനാണ്. അതേ, അദ്ദേഹം കുത്തുബാണ്, അല്ല കുത്തുബുൽ അഖ്താബാണ്. ആ മഹാനെ അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിച്ചപ്പോ അള്ളാഹു ഇങ്ങോട്ട് സ്നേഹിച്ചു എന്നാണ് ആ വരിയിൽ പറയുന്നത്. ഒരുപാട് മഹത്വം അദ്ദേഹത്തിന്റെ തന്നെ പറയാനാണെങ്കിൽ ഞാനത് ആ ഭാഗത്തേക്ക് പോയില്ല. നമ്മുടെ വിഷയം എന്താണ്? നമ്മൾ അസ്ഹാബുൽ ബദറിനെ സ്മരിച്ചുകൊണ്ട്, അവരുടെ ദിക്ർ ചെയ്തുകൊണ്ട്, അവരെ സ്മരിച്ചുകൊണ്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ലക്ഷ്യം അത് അള്ളാഹുവിന്റെ അടുത്ത് നമുക്കൊരു സ്ഥാനമുണ്ടാകണമെന്നാണ്. സമയം ദീർഘിക്കുകയാണ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോ നമ്മുടെ ലക്ഷ്യം അള്ളാഹു എന്നതാണ്. فمن كان يرجو لقاء ربه فليعمل عملا صالحا. ആരെങ്കിലും അള്ളാഹുവിന്റെ ലിഖാ, എന്താ അള്ളാഹുവിന്റെ ലിഖാ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ നമുക്ക് ലഭിക്കും, അള്ളാഹുവിനെ നമുക്ക് കിട്ടും. നമുക്ക് പലതും കിട്ടാനുണ്ട്. അതിന് ഏറ്റവും കിട്ടേണ്ട സാധനമാണ് സ്വർഗത്തിലെ സുഖങ്ങളല്ല, അല്ലേ? സ്വർഗത്തിൽ എന്തൊക്കെയുണ്ട്? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ഒരുപാട് പഴങ്ങൾ, ഫ്രൂട്ട്സുകൾ, അല്ലേ? ചെറുപ്പക്കാരാണെങ്കിൽ, വിവാഹം കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ അതിന് പറ്റിയ നല്ല സ്ത്രീകൾ. എന്താ മനുഷ്യൻ ദുനിയാവിൽ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ ഉണ്ട്.
അത് എന്തിനു വേണ്ടി അള്ളാഹ് നമ്മളോട് പറഞ്ഞില്ലേ? ആദ്യം തന്നെ അള്ളാഹുവിന്റെ ലിഖാഓ അള്ളാഹിനെ കാണലോ ഇതൊന്നും അല്ലല്ലോ നമ്മളോട് പറഞ്ഞത്. നമുക്ക് അവിടെ എന്തൊരു പഴമുണ്ട്, നമുക്ക് സുഖ സൗകര്യ പർദീസയുണ്ട്, സഞ്ചരിക്കാൻ വേണ്ട വാഹനങ്ങളുണ്ട്, നല്ല നല്ല കാണാൻ കൗതുകമുള്ള കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരാമെന്ന് അള്ളാഹ് പറയുമ്പോഴും ആദ്യം തന്നെ അള്ളാഹിനെ തരാന്ന് പറയുന്നില്ല. അള്ളാഹിനോടുകൂടെയുള്ള മഅയ്യത്ത്, അള്ളാഹിനോടുകൂടെയുള്ള അടുപ്പമുള്ള ആ ശാശ്വതമായ ഭാഗധേയം അത് പറഞ്ഞിട്ടില്ല. അത് ലാസ്റ്റ് പറയാം. അത് തിരിഞ്ഞവനോട് പറഞ്ഞേ കാര്യങ്ങൾ. ഇത് തിരിയുന്നത് എല്ലാവർക്കും തിരിയുന്നത് ഇതങ്ങനെ ധാരാളം സ്വർഗം തരാം, അത് തരാം, ഇത് തരാം. എന്നാൽ സ്വർഗമല്ല, സ്വർഗത്തിന്റെ സുഖങ്ങളൊന്നുമല്ല. അള്ളാഹുവാണ് ഏറ്റവും രസം. ആ അള്ളാ എന്ന് പറയുന്ന അതിനാണ് രസം. അത് കിട്ടണം. അതാണ് അല്ലാഹു തആല അൽ കഹ്ഫിന്റെ അവസാനം പറഞ്ഞത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. അല്ലാഹുവിനെ വേണോ? അങ്ങനെ ആർക്കെങ്കിലും റജാ ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടോ? റജാ ഉണ്ടെങ്കിൽ അവൻ ചെയ്യണം ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അള്ളാഹിനെ കിട്ടാനാകണം നാം നമസ്കരിക്കുന്നത്, അള്ളാഹുവിനെ കിട്ടാനാകണം നാം നോമ്പനുഷ്ഠിക്കുന്നത്, അള്ളാഹുവിനെ കാണാനാകണം ഞാൻ സദഖ ചെയ്യുന്നത്. ഇവിടെ ഉസ്താദ് പറഞ്ഞു ഈ ചെറിയ സ്ഥാപനത്തെ സഹായിക്കണം, അത് വളരെ ഗൗരവമായി ഏറ്റെടുക്കണമെന്ന്. എന്നാൽ ആ സഹായവും ചെയ്തവരുണ്ട് ഇവിടെ. അള്ളാഹു അതിന്റെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവരുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ. അവരുടെ മക്കളെ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് സുഖ സൗകര്യങ്ങൾ കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും വസീലകളും അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. എന്നാൽ അതെല്ലാം ചെയ്യുമ്പോൾ ഉള്ള ഉദ്ദേശം എന്താകണം? അത് അള്ളാഹിനെ കണ്ടെത്തണം എന്നതായിരിക്കണം. അതേ നാം ചെയ്യുന്ന ദിക്ർ അള്ളാഹുവിനെ ലഭിക്കാനാണ്, നാം ചെയ്യുന്ന സലവാത്തുകൾ അള്ളാഹിനെ കിട്ടാനാണ്, നാം ചെയ്യുന്ന നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പച്ചക്കറി അരിഞ്ഞുകൊണ്ട് കറി വെക്കുന്നത് പോലും അതിലില്ലാഹിലില്ല അല്ലാഹുവിന് വേണ്ടിയാകണം. നിങ്ങൾക്കറിയുമോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് ബറക്കത്തിന് വേണ്ടി ബദരീങ്ങളുടെ പ്രമുഖനായ സ്വഹാബി, റസൂലുള്ളാഹിന്റെ മരുമകൻ, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട തങ്ങൾ ബനുൽ മുത്തലിബിൽപ്പെട്ട മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആരാണ് അലി റളിയല്ലാഹു അൻഹു? ويطعمون الطعام على حبه مسكينا ويتيما واسيرا. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് ആയത്ത്. ആ ആയത്തിൽ പരാമർശ വിധേയനായ ആള് അലി റളിയല്ലാഹു അൻഹു ആണ്. ബദരീങ്ങൾ എങ്ങനെയാണ് ആ സ്ഥാനം അവർക്ക് ലഭിച്ചത്? സഹോദരന്മാരെ, ഹൃദയം കൊണ്ട് വേദനിക്കാതെ, കണ്ണിൽ നിന്ന് കണ്ണീര് വരാതെ അവരുടെ കഥകൾ കേൾക്കാൻ കഴിയുമോ? അവരുടെ കഥനങ്ങൾ കേൾക്കാനാവുമോ? ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കാലം, കയ്യിലൊന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട ബദരീങ്ങൾ അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, ആ കലിമത്തു തൗഹീദിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർ നിലകൊണ്ടപ്പോൾ അവരെ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് പറയാൻ മാത്രം, നമ്മുടെ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നതിനു വേണ്ടി അവരെ വസീലയാക്കാൻ മാത്രം, അവരോളം വസീലയാക്കാൻ മറ്റാരുമില്ലാത്ത വിധം അവരെ അള്ളാഹു ഉന്നതിയിലേക്ക് എത്തിച്ചതിന്റെ കാരണം എന്താണ്? അവര് അള്ളാഹുവിന് വേണ്ടി ആത്മാർപ്പണം ചെയ്തവരാണ്. അവരെ ആ ബദറിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരാൻ സാധ്യതയില്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിന്ന് നാം പുറപ്പെടുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മക്കളെ ചുംബിച്ചുകൊണ്ട് നമ്മൾ പോരുകയാണ്. ഭാര്യയോട് പറയുകയാണ് പോവുകയാണ്, മാതാവിനോട് പറഞ്ഞു പോവുകയാണ്, അതേ വാപ്പയോടും ഉമ്മയോടും എല്ലാവരോടും സലാം പറഞ്ഞ് പോരുമ്പോൾ നമുക്കറിയാം പണി കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് എത്തുമെന്ന്. സാധുവായ എനിക്ക് ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടിൽ പോകണമെന്ന് എനിക്കുണ്ട്, നിങ്ങൾക്ക് ഞാൻ പോകണ്ട എന്നായിരിക്കാം ചിലപ്പോ ഉണ്ടാകുക. പക്ഷേ എനിക്ക് പോകാതിരിക്കാൻ തരമില്ല. അങ്ങനെ ഞാൻ പോകുമ്പോൾ എന്റെ വീട്ടുകാര് കാണാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ തിരിച്ചു പോകുന്നത്. സഹോദരന്മാരെ, അപ്പൊ എന്റെ വീട്ടിലുള്ള എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും എന്റെ വൃദ്ധരായ മാതാപിതാക്കളെയും കാണണം, എന്റെ സഹോദരന്മാരെ കാണണം, എന്റെ കൂട്ടുകാരെ കാണണം എന്ന നിലക്കാണ് ഞാൻ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകാമെന്ന് എനിക്ക് അറിയാവുന്നതുമാണ്.
എന്നാൽ ബദർ യുദ്ധത്തിലേക്ക് വരുമ്പോൾ ആ മഹാന്മാർ ഉറപ്പിക്കുന്നത് എന്താണ്? ഞാൻ ഇനി തിരിച്ചു പോകുകയില്ല എന്നാണ്, ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നാണ്. എന്നിട്ടും അവർ പോവുകയാണ്. അതാണ് അവർ അള്ളാഹ് ഏറ്റെടുത്തെന്ന് പറയുന്നത്. ബാക്കിയുള്ള യുദ്ധത്തിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, ബാക്കിയുള്ള യുദ്ധത്തിലൊക്കെ സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ബദരീങ്ങളാകെ 313 പേരല്ലേ എന്തുട്ടണ്ടേ? ഏതാനും കുതിരകളും ഉള്ള ആയുധാണെങ്കിൽ ഈ പഴയ വാത്തല പോയ വാക്കത്തി പോലത്തെ തോന്നുന്നു, വെട്ടി കഴിഞ്ഞാൽ വാക്കത്തി ഒടിയത് അതുപോലത്തെ സാധനമൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ അവിടെ അള്ളാഹിന് സഹായം ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂല് തന്നെ കരഞ്ഞു ദ്വാരക്കാണ്, പടച്ചോനെ ഇവര് തോറ്റി കഴിഞ്ഞ് രക്ഷയില്ലാട്ടോ, ഇനി ദുനിയാവിലെ നിന്റെ മണ്ണില് നിന്നെ ആരാധിക്കാൻ, നിന്നെ അറിയാൻ, നിനക്ക് ദിക്റ് ചെല്ലാൻ ആരും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പടച്ചവനെ ഈ ചെറുസംഘത്തെ നീ വിജയിപ്പിക്കണേ എന്ന് അള്ളാന്റെ റസൂല് ദ്വാരക്കുകയാണ്. വിജയിക്കുമെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. പക്ഷെ അള്ളാന്റെ റസൂല് പോലും അത്രയും ന്യൂനപക്ഷമാണ്. വരുന്നവരോ അതിഗംഭീരമായ തയ്യാറെടുപ്പില. പെണ്ണും പിടക്കോഴും സൗകര്യങ്ങളും ആർത്തല്ലസിച്ച് എല്ലാം നിരപ്പാക്കാന്നും പറഞ്ഞപ്പോ മറ്റേ ഡ്രംപ് വന്ന മാതിരിയായിപ്പോയി. പക്ഷേ അള്ളാഹ് എന്ത് ചെയ്ത് അങ്ങോട്ട് വെറും പായ് വസ്തുക്കളാക്കി അവരെ മാറ്റിക്കളഞ്ഞു. ലോകം കണ്ടയിൽ വെച്ച് ഏറ്റവും വലിയ മഹാന്മാരായി അവര് മാറുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലക്ഷ്യം ഈ നമ്മുടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അള്ളാഹിനെ കിട്ടാൻ വേണ്ടിയാകണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ ഈ ബദരീങ്ങളെ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ മഹാന്മാരെയൊക്കെ വെച്ചുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്, അങ്ങനെ അടുത്ത അള്ളാഹിനെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് സ്വാലിഹായ അമല് ചെയ്യും. ഈ സ്വാലിഹായ അമലിൽ പെട്ടതാണിത്. നിസ്കാരം സ്വാലിഹായ അമലായതുപോലെ, നോമ്പ് സ്വാലിഹായ അമലായതുപോലെ, സദഖയും ദിക്റും സ്വലാത്തും നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എല്ലാ അനക്കങ്ങളും വേണ്ട മനസ്സിൽ നിന്ന് വരുന്നത് വരെ അതെല്ലാം നല്ല ചിന്തകളാണെങ്കിൽ അതെല്ലാം അമലു സാലിഹാത്തിൽ വരും. അങ്ങനെ ആ അമലു സാലിഹാത്ത് ചെയ്യുമ്പോ അള്ളാഹ് തന്നെ സ്വാലിഹായ അമല് ചെയ്യണം. സ്വാലിഹായ അമലാകണമെങ്കിൽ അത് അള്ളാഹ് സ്വീകരിക്കാൻ പാകത്തിനുള്ള ഷർത്തുകള്, നിബന്ധനകള്, ആദാബുകള്, മര്യാദകളൊക്കെ പാലിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്വാലിഹായ അമലാവണമെങ്കിൽ ഉദാഹരണം പറയാൻ നിസ്കാരമാവണമെങ്കിൽ എന്താവണം? മഹാന്മാരായ നിസ്കാരം എന്താണ്, അതിന്റെ ഫർളുകൾ എന്താണ്, അതിന്റെ ആദാബുകൾ എന്താണ്, അതിന്റെ സുന്നത്തുകൾ എന്താണ്, അത് എങ്ങനെയാകണം, എങ്ങനെ ആയിക്കൂടാ, അത് ആരോടുകൂടെയാണ്, ആരോടുകൂടെ ആയിക്കൂടാ എന്ന നിലക്ക് കൂടി അതിനെ പരിചിന്തനം ചെയ്യേണ്ടതുണ്ട്. നമ്മളിൽ പലരും എന്ത് ചെയ്യും? പോണ വൈക്ക് ഏതാ പള്ളി, ആ പള്ളി കയറാൻ പറ്റില്ല. ഏതെങ്കിലും പള്ളിയിൽ കയറിയാൽ പറ്റില്ല. എന്താണ് കാരണം? അത് സ്വാലിഹായ അമലാവണമെങ്കിൽ ആ ഇബാദത്ത് അതെങ്ങനെയാകണമെന്ന് മഹാന്മാരായ മുജ്തഹിദുകളായ ദീനിന്റെ ഉലമാ അയിമ്മത്തുകൾ അത് പഠിപ്പിക്കണം. എനിക്ക് ഒരു വെള്ളപ്പേപ്പർ കിട്ടി അതിൽ എന്തൊക്കെ എഴുതിയിട്ട് ഞാൻ അത് പഠിച്ചു, അങ്ങനെ ചെയ്ത് തലകുത്തി മറിഞ്ഞു. അതൊന്നും നിസ്കാരാവില്ല. അള്ളാഹ് അതൊട്ട് വേണ്ടേന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളി കൂടാതെ ഒരു പള്ളി വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പോവാൻ വേണ്ടി അവർ ക്ഷണിച്ചു ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചു. ഇപ്പൊ റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞ് പോകാൻ പറ്റില്ല, അതും പള്ളിയല്ലേ ഇതും പള്ളിയല്ലേ, പള്ളിക്കെന്താ കുഴപ്പം, ഇതിനേക്കാൾ കൂടുതൽ നല്ല പള്ളിയാണല്ലോ അതെന്നൊക്കെ ചോദിച്ചിട്ട് പോകാൻ പറ്റുമോ? റസൂലുള്ളാഹിനോടെന്ന് പറഞ്ഞു, ലാ തഖും ഫീഹി അബദ, ഒരിക്കൽ പോലും അങ്ങോട്ട് പോകരുതേ നബിയേ എന്ന്. എന്താണ് ഒരു പള്ളിയിലേക്ക് പോകരുത് എന്ന് നമ്മളിങ്ങനെ പറയുന്നത്? ആ പള്ളിയിൽ നടക്കുന്ന നമസ്കാരം, ആ പള്ളിയിൽ റസൂലുള്ളാഹിനെ വിളിച്ച ആ പള്ളിയുള്ള നിസ്കാരമല്ലാത്തത് കൊണ്ടല്ല, അവർ കിബിലക്ക് തിരിയാത്തത് കൊണ്ടല്ല, അവർ ഔറത്ത് മറക്കാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ള നിബന്ധനകളിൽ പലതും മേളിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അവരുടെ വിശ്വാസം ശരിയല്ല, അവരുടെ വിശ്വാസം ശരിയല്ല, അവരുടെ അഖീദ ശരിയല്ല, അവരുടെ കർമ്മങ്ങൾ ശരിയാവണം വേണ്ടതുള്ളതായ ഈമാൻ അവർക്കില്ല. അവരെന്തിനാണ് ഒരു സംഘടനയാക്കി അവർക്ക് പറ്റിയ ഖുർആനിന്റെ ട്രാൻസ്ലേഷൻ ഒരു ലോക്കൽ പരിഭാഷപ്പെടുത്തി ഞങ്ങളെ ഹദീസിന്റെ ആൾക്കാർ, ഞങ്ങൾ ഖുർആനിന്റെ ആൾക്കാർ എന്നും പറഞ്ഞ് ഇങ്ങനെ വന്നേക്കാണ്.
അങ്ങനെ ഒരുപാട് ദജ്ജാലികൾ ദുനിയാവിന്റെ ആഖിർ സമാനിൽ വരും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ നല്ല കർമ്മത്തിനു വേണ്ടി, ഈ സ്വാലിഹായ കർമ്മത്തിനു വേണ്ടി നമ്മൾ വരുമ്പോ നമ്മുടെ വിശ്വാസമാണ് ശരിയാക്കാൻ വേണ്ടിയാണ്, അള്ളാഹിനോടുള്ള സ്നേഹം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്, നമ്മൾ മുത്തഖീങ്ങളിൽ പെടാൻ വേണ്ടിയാണ്, നമ്മൾ സ്വാലിഹീങ്ങളിൽ പെടാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ വന്ന് അത് ആർജിച്ചെടുത്തില്ലെങ്കിൽ, മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവിന്റെ ലിഖാ നിങ്ങൾക്ക് ലഭ്യമല്ല, നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂട്ടായ ഇജ്മാഇൽ നിന്നും അതുപോലെ അതിൽ നിന്ന് ഗവേഷണ യോഗ്യരായ, അതിനെ മനസ്സിലാക്കാൻ പ്രാപ്തമായ ഉലൂമുകളെല്ലാം കരഗതമാക്കിയ മഹാന്മാരായ ആളുകൾ എങ്ങനെയാ അപ്പോ നമ്മുടെ നിസ്കാരം പഠിക്കുക? 23 വർഷക്കാലത്തെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ എല്ലാ പ്രവർത്തനങ്ങളും വാക്കുകളും അവിടുത്തെ മൗനാനുവാദങ്ങളും ഒക്കെ നമ്മൾ എങ്ങനെ ഈ ഹാത്ത ചെയ്യാനാണ്? നമ്മൾ എങ്ങനെ അത് മുഴുവൻ വലയം ചെയ്ത് അറിയാൻ പറ്റും? അതുകൊണ്ട് നമ്മൾക്ക് ഒറ്റ വഴിയുള്ളൂ. അതിന് അള്ളാഹു പറഞ്ഞൊരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ള മഹാന്മാരോട് ചോദിക്കാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ അറിവുള്ളവരാണ് അത് അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂൽ നമ്മുടെ കാലങ്ങളെക്കാൾ എത്രയോ അകന്ന കാലഘട്ടത്തിലുള്ളത്. അപ്പൊ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് മുഴുവൻ ഇഹാത്ത് ചെയ്യാൻ നമുക്കാവില്ല, സത്യമാണ്. എന്നാ സ്വഹാബത്തിനെ പിടിക്കാം, സ്വഹാബത്തിനെ പിടിക്കാനും സ്വഹാബത്ത് നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ. പിന്നെന്ത് ചെയ്യും? താബീങ്ങളെ പിടിക്കണം, താബീങ്ങളെ പിടിക്കണം. അങ്ങനെ കൈമാറി 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 എല്ലാ വിശ്വാസത്തിന്റെ ഘടകങ്ങളും നമ്മളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരിലൂടെ എത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് കേവലം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു ബദർമാല കഴിക്കലല്ല, ഒരു മങ്കൂസ് കഴിക്കലല്ല, കൈനെഞ്ചത്ത് കെട്ടൽ മാത്രമല്ല. അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇന്നുള്ള ദജ്ജാലിങ്ങളായ പലരും പറയും, കണ്ടോ അതിന് ഹദീസില്ല, ഇത് ശരിയല്ല, ഇത് ഖുർആനിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഘം ഇവിടെ വരുന്നുണ്ട്. ആ സംഘങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? ഞങ്ങളാണ് ഖുർആനിന്റെ ആളുകൾ, ഞങ്ങളാണ് ഹദീസിന്റെ ആളുകൾ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ പരിഭാഷ വായിച്ചവർ ചിന്തിക്കും ശരിയാണല്ലോ അത് എന്ന്. നമ്മൾ പറയുന്നു അതൊന്നുമല്ല ശരി. പിന്നെയോ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് 102ഓളം വിജ്ഞാന ശാഖകളെ കൊണ്ട് ഇന്ന് തന്നെ നിലവിലുള്ളതാണ്. ഖുർആൻ എന്ന് പറയുന്നത് കറുത്ത മഷിയിലുള്ള എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം മാത്രമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാന സമയത്ത് നബി തങ്ങൾ സ്വഹാബത്തിനോട് വിളിച്ചു പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി. ഞാൻ 2 കാര്യം നിങ്ങൾ നിക്ഷിപ്തമാക്കിക്കൊണ്ട് പോകുകയാണ്. ഞാൻ നിങ്ങളെ ഒഴിവാക്കും, നിങ്ങളിൽ ഞാൻ പരിശുദ്ധ ഖുർആൻ ഒഴിവാക്കിക്കൊണ്ട് എന്റെ ബയാനാകുന്ന ഹദീസുകളിൽ നിങ്ങളിൽ വെച്ചുകൊണ്ട് ഞാൻ പോകുകയാണ്. അപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പൊക്കി പിടിച്ചുകൊണ്ട് ഇതാണ് ഖുർആൻ, ഇത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളിൽ വിട്ടേച്ചിട്ടുണ്ട്. നിസ്കാരം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, നോമ്പ് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, അതേ ഇബാദത്തുകൾ എല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം, മുആമലത്തുകൾ മനുഷ്യനുമായ ഇടപാടുകൾ എങ്ങനെയാകണമെന്ന് നിങ്ങൾക്കറിയാം, എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം, എങ്ങനെ ഇടപാട് നടത്തണമെന്ന് നിങ്ങൾക്കറിയാം, എങ്ങനെ വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇറങ്ങണമെന്ന് നിങ്ങൾക്കറിയാം. അതേ വൈവാഹിക മുനാക്കഹത്ത് എന്ന് പറയുന്ന വൈവാഹിക നിയമങ്ങൾ നിങ്ങൾക്കറിയാം. അതേ ക്രിമിനൽ കേസുകളാകുന്ന ജിനായാത്തുകളുടെ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. എല്ലാം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഖുർആൻ. അല്ലാതെ ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് കരുണാകരനും കരുണാനിധിയുമായ 2 മുഖ്യമന്ത്രിയാണ് ഇന്ത്യ, നമ്മുടെ കേരളത്തിലെ. കരുണാകരനും കരുണാനിധിയുമായ ഒന്ന് പരിഭാഷ വായിച്ചിട്ട് അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുകൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എങ്കിൽ അത് തന്നെയാണ് ഖുർആൻ. അതാണ് ഖുർആൻ. അതാണ് നബി പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, ഞാൻ നിങ്ങളിൽ 2 കാര്യം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഗ്രന്ഥം ഒന്നും നോക്കണ്ട, നിങ്ങളെ നോക്കി പഠിച്ചാൽ മതി. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും. എന്റെ അസ്ഹാബ്, എന്റെ അനുചരർ, എന്നെ ഫോളോ ചെയ്ത എന്റെ മഹാന്മാരായ ഈ സ്വഹാബത്തുണ്ടല്ലോ, അസ്ഹാബി കന്നുജൂം, അവര് നക്ഷത്രങ്ങളാണ്.
ബിഅയ്യിഹിം അവരിൽ നിന്ന് ആരെയും ഇഖ്തദൈതും നിങ്ങൾ പിന്തുടർന്നുവോ, ഇഖ്തദൈതും നിങ്ങൾ സന്മാർഗരാണ്, നിങ്ങൾ സത്യം കണ്ടെത്തിപ്പോയി. ആ സുഹാബിലുള്ള മുഴുവനും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സുഹാബ് എന്താണോ വിശ്വാസമായി, ഈമാനായി, അഖീദയായി പുൽകിയത് അത് മുഴുവൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആരിലൂടെ? മഹാനായ അബുൽ ഹസനിൽ അശ്അരിയിലൂടെ, മഹാനായ അബൂ മൻസൂറിൽ മാത്തൂരിദിയിലൂടെ. ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ കൂട്ടായ്മ, ആ ഇജ്മാ, ആ വിശ്വാസം എങ്ങനെയായിരുന്നു? നബിതങ്ങൾ അള്ളാഹനെ എങ്ങനെയാണ് വിശ്വസിച്ചത്? നബിതങ്ങൾ അള്ളാഹുവിന്റെ ഔസാഫുകൾ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുത്തത്? അവരെല്ലാവരും അതിൽ ഗോപിതരായിട്ടുണ്ട്. അള്ളാഹു എന്ന് പറയുന്നത് എന്താണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഈമാൻ. ആ സുഹാബിൽ നിന്ന് ആരെയും പിന്തുടരാം, പക്ഷേ അവരുടെ ഇജ്മാ നമുക്ക് പിന്നീട് കിട്ടേണ്ടതില്ലേ? ഏതെങ്കിലും ഒരു സഹാബിയുടെ വാക്കുകളല്ല, ഏതെങ്കിലും ഒരു സഹാബിയുടെ ഏതെങ്കിലും എഴുത്ത് പടയല്ല, ഹത്തല്ല, മറിച്ച് അവരെല്ലാം ഏകോപിച്ച ഒരു ഇജ്മാ ഉണ്ട്. എല്ലാവരും ഇത്തിഫാഖായ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് അവർ ശേഷമുള്ളവരിലേക്ക് കൈമാറിയത്. അവർ വിശ്വസിച്ച വിശ്വാസമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശ്വാസം ശേഷമുള്ളവർക്കിലേക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഇമാം ബാഖിലാനിയുടെ കാലമെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൂടെ അടുത്തുള്ള മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങളുടെ നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടിലേക്ക് എത്തി. ശേഷം മഹാനായ ഫഖറുദ്ദീൻ റാസി തങ്ങളിലേക്ക് എത്തി. അതിനുശേഷം ഇമാം ബൈളാവിയിലേക്ക് എത്തി. അതിനുശേഷം മഹാന്മാരായ തബ്താസാനി പോലുള്ള ഇമാമാരിലേക്ക് എത്തി. അങ്ങനെ കൈമറഞ്ഞ് ഓരോ കാലഘട്ടത്തിലും ശരിയായ വിശ്വാസം സംരക്ഷിച്ചു പോന്നു. ആ വിശ്വാസം നമ്മളിൽ എത്തിയിട്ടില്ലയോ? നമ്മൾക്ക് ഖുർആൻ കിട്ടിയിട്ടില്ല. നമ്മൾ പരിഭാഷ വായിച്ചാൽ ഖുർആൻ ലഭിക്കലാകുകയില്ല. മറിച്ച് നമ്മുടെ കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ ഇജ്മാ ഉണ്ടാകണം, അതിനു മുമ്പുള്ളവർ ഇജ്മാ ഉണ്ടാകണം, അതിനു മുമ്പുള്ളവർ ഇജ്മാ ആകണം. അങ്ങനെ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കാലത്ത് മുതൽ ഇജ്മാ ആയ ആ വിശ്വാസം നമ്മളിലേക്ക് എത്തണം. അതെത്തിക്കഴിഞ്ഞാൽ മൗലൂദ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബദർമാല പാടിയില്ലെങ്കിലും കുഴപ്പമില്ല. പാടണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പാടിയില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. അപ്പൊ ആൾക്കാരൊന്നും മൗലിദ് ഇന്ന് കഴിക്കില്ല കേട്ടോ, അല്ല ആകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ശരിയാണല്ലോ, മങ്കൂസ് മൗലിദ് എന്തൊക്കെ കുഴപ്പമുണ്ടല്ലേ, അന്ന് അതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കലല്ലോ ഇന്നത്തെ ബിദ്അത്തുകാർ ചെയ്യുന്നത്. പിന്നെയോ അവരിലേക്ക് അങ്ങ് പോവുക, ആ സംഘത്തിൽ ചേരാനാ പോണേ. ബദർമൗലിദ് മാറ്റി വെച്ചെന്നത് കുഴപ്പമില്ല, അവർക്ക് താല്പര്യം ഈ പാടണ്ട. ബദർമാല വേണമെങ്കിൽ പാടിയാൽ മതി, മങ്കൂസ് മാല വേണമെങ്കിൽ പറയാൻ മതി, മുഹ്യിദ്ദീൻ ജലീലിന്റെ മാല വേണമെങ്കിൽ പാടിയാൽ മതി. അതുമല്ല കുഴപ്പം. പിന്നെയോ അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവര് കുറെ വിക്രിയകളൊക്കെ ഒപ്പിച്ച് ചെയ്യുമ്പോ ആ സംഘത്തിലേക്ക് പോയി ചേരുകയാണ്. അവിടെയാണ് പ്രശ്നമുള്ളത്. അല്ലാതെ ആരോടും നമുക്ക് വൈരാഗ്യമില്ല, ആരോടും നമുക്ക് വെറുപ്പില്ല. അവരും നന്നാവണമെന്നാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അദ്ദീനു അന്നസീഹാ ഖാല റസൂലുള്ളാഹി. ശരിയായ വിശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെല്ലാം വിശ്വസിക്കണം, അള്ളാഹിനെ പറ്റി എന്തൊക്കെ വിശ്വസിക്കണം, എന്തെല്ലാം വിശ്വാസം അവരെ എഴുതി പിടിപ്പിച്ചേക്കുന്നു. 8-ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന അയാൾ പണ്ഡിതനാണ്, പക്ഷെ പണ്ഡിതനാണെന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അയാൾ എന്തൊക്കെയോ പിടികൂടി 8-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം എഴുതി വെച്ചു അള്ളാഹിനെ പറ്റി പലതും. അങ്ങനെ എഴുതി വെച്ചപ്പോ ശേഷമുള്ള ഉലമാക്കൾ എന്ത് ചെയ്ത് അങ്ങോട്ട് ഒരു ചെറിയ കൊട്ടയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. ഒരാളും അംഗീകരിച്ചില്ല. ഇന്നും ഇബ്നു തൈമിയ്യയുടെ ശിഷ്യഗണങ്ങളിൽ 100ഓളം ശിഷ്യന്മാരുണ്ടെങ്കിൽ അതിൽ 1-2 ശിഷ്യന്മാരെ മാത്രമേ ഇബ്നു തൈമിയ്യക്ക് കിട്ടിയിട്ടുള്ളൂ. ആ 2 പേര് പക്ഷേ പിന്നീട് എന്തായി, ഇപ്പൊ സൗദി അറേബ്യയില് സലഫ് എന്ന് പറഞ്ഞാൽ അവര് പറയുന്ന സലഫ്, പണ്ട് ഫിർഔനെ കുറിച്ച് സലഫ് എന്ന് ഖുർആനിൽ പറഞ്ഞു, അതുപോലത്തെ സലഫ്. എന്താ വിഷയം എന്ന് വെച്ചാൽ മദ്ഹബിന്റെ ഇമാമികളെ എടുക്കൂല, അക്കീദ പഠിപ്പിച്ച ഇമാമികളെ എടുക്കൂല. പിന്നെ എന്താ, ഖുർആൻ ട്രാൻസ്ലേഷൻ ലോക്കൽ പരിഭാഷ വെച്ചിട്ടാണ് അവർ ഇസ്ലാമിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോ സാധാരണക്കായ നമ്മളും കുഴപ്പമില്ല, അവർ നിസ്കരിക്കണല്ലേ, ആ പള്ളിയിൽ എന്താ കുഴപ്പം, അവരും നമ്മളെ പോലെയല്ലേ, എന്താ കുഴപ്പമൊന്നും പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ബദരീങ്ങളെ കുറിച്ച് നമ്മൾ ബദരീങ്ങളെ സ്നേഹിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ജാലിമാമ് പറഞ്ഞു ജഹീലിഹി വലി കുസൂരി, പഠിക്കാതെ ചെയ്യാൻ എന്തും അബദ്ധമാണ്.
പഠിക്കാതെ ചെയ്ത നിസ്കാരം അബദ്ധമാണ്. അറിവോടുകൂടി ചെയ്യണം. ഈ അറിവോടുകൂടി ചെയ്യാനുള്ള വഴി എന്താണ്? അത് മുമ്പുള്ള മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിച്ചതനുസരിച്ച് പഠിക്കണം. അങ്ങനെ ചെയ്താലേ അത് ഖുർആനാവുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും സ്വഹാബത്തുകൾ എല്ലാവരും ഇജ്മാ ആയത് തലമുറയായി നമ്മുടെ കൈവശം എത്തിയിട്ടുണ്ട്. അതിന് നമ്മുടെ ഉലമാക്കൾ കഠിനാധ്വാനം ചെയ്ത് സേവനം ചെയ്ത് ദീനിനെ ശരിയായി നമ്മുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. മഹാനായ ഇമാമുന ശഫീഈ തങ്ങളെയാണ് നമ്മൾ കർമ്മത്തിൽ അവലംബിക്കുന്നത്, ഫോളോ ചെയ്യുന്നത്. നമുക്കൊന്നും പേടിക്കാനില്ല. മഹാനായ ഇമാം ശഫീഈ തങ്ങൾ ആരാൻ? അന മദീനത്തുൽ ഇൽമി അലി. എന്ത്? അള്ളാഹുവിന്റെ റസൂല് മഹാനായ ഇമാം ശാഫിഈ തങ്ങളെ പറ്റി പറയുന്നുണ്ട്, ഭൂമിയുടെ അടുക്കുകളെല്ലാം ഇൽമു കൊണ്ട് നടക്കുന്ന ഒരു ആലിമു ഖുറൈശിന്യം ലൗ തിബാഖൽ അർളി ഇൽമാ. ലോകം മുഴുക്ക ഇൽമു കൊണ്ട് നടക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട്. ആ പണ്ഡിതൻ ആരാണെന്ന് ഖുറൈശി പണ്ഡിതൻ, ലോകം മുഴുക്ക ഇൽമു കൊണ്ട് വിജ്ഞാനം കൊണ്ട് നടക്കുന്ന പണ്ഡിതൻ ആരാണെന്ന് ശേഷമുള്ള മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെയുള്ള മഹാന്മാര് പരതിയപ്പോൾ കിട്ടിയത് ഇമാമുന ശാഫിഈ തങ്ങളെ അല്ലാതെ ആ ടൈറ്റിൽ കൊടുക്കാൻ പറ്റിയ വേറൊരു മഹാനില്ല. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെ ഫോളോ ചെയ്യുന്നവരുണ്ട് കേരളത്തിലും. ഞാൻ ഒരാളെ ചെറുതാക്കാൻ പറയുകയല്ല, മറിച്ച് കൂടുതലും കേരളത്തിലുള്ളവർ ശാഫി മദ്ഹബുകാരാണ്. ശാഫി മദ്ഹബ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഹനഫി, ഹംബലി, മാലിക്കി തുടങ്ങി 4 മദ്ഹബിൽ ഏതെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്തിരിക്കണം. നിസ്കാരം എന്ന ആ കോലത്തിൽ എന്തോ ചെയ്തു കൂട്ടിയത് കൊണ്ട് കാര്യമില്ല. പഠിക്കണം. എങ്ങനെ ഫാത്തിഹ ഓതണമെന്ന് പഠിക്കണം, എങ്ങനെ അത്തഹിയാത്ത് ഓതണമെന്ന് പഠിക്കണം, എങ്ങനെ റുകൂഅ്, ഇഅ്തിദാൽ, മറ്റുള്ള ഘടകങ്ങളെല്ലാം എങ്ങനെയാണ്, റുക്കുനുകൾ എങ്ങനെയാണ് എന്ന് പഠിക്കണം. പഠിച്ചേ ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ആ വിഷയത്തിൽ പറയാനാണ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ശാഫിഈ മദ്ഹബ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും ശരിയാക്കാൻ വകുപ്പുണ്ട്. അങ്ങനെ ഫോളോ ചെയ്ത് ശരിയായ മുഅ്മിനായ വിശ്വാസിയായി സുന്നത്തി ജമാഅത്തിന്റെ ആളുകളായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ആകെ പറഞ്ഞാൽ നമ്മൾ ഈ പങ്കെടുത്തതും നാം ചെയ്യുന്നതും നമ്മുടെ ജീവിതം മൊത്തവും നമ്മൾ അള്ളാഹുവിന്റെ ലിഖാഅ് മാത്രം, അവന്റെ ഈമാൻ, അവനോടുള്ള അടുപ്പം, അവനോടുള്ള ഇഷ്ടം, അതിനു വേണ്ടിയാണ്. അത് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ചെറുതായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾക്ക് വിട പറയുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.